അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് നമ്മുടെ വാർത്താസംഘം റിപ്പോർട്ട് ചെയ്യുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട് അയോധ്യയിൽ. ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചവർക്ക് മാത്രമാണ് ഇന്നു മുതൽ അയോധ്യയിലേക്ക് പ്രവേശനം കിട്ടുക. അയോധ്യയിൽ നിന്ന് എസ് വിജയകുമാറും അതുപോലെ ആർ രാധാകൃഷ്ണനും ചേരുന്നു. ആദ്യം എസ് വിജയകുമാറിലേക്ക്. വിജയകുമാർ, ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. അയോധ്യയിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു വിജയകുമാർ? കാര്യങ്ങളൊക്കെ ഒന്ന് അയോധ്യയിലെ പരിസരവും സാഹചര്യമൊക്കെ ഒന്ന് വിശദമാക്കിയിട്ട് അയോധ്യ ഉയർത്തുന്ന രാഷ്ട്രീയവും അയോധ്യ ഉയർത്തുന്ന മറ്റ് പ്രശ്നങ്ങളും വിജയകുമാർ പറഞ്ഞാൽ മറ്റു കാര്യങ്ങൾക്കായി ഞാൻ രാധാകൃഷ്ണനിലേക്ക് പോകാം. ആദ്യം എസ് വിജയകുമാർ. कपिला जाए के दूध दूध से बड़ी मलाई खूब राम मेरे आ जाए। ബന്ധം സ്ഥാപിക്കാൻ പ്രയാസമുണ്ട്. നമ്മൾ രാധാകൃഷ്ണനിലേക്ക് പോകുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, അയോധ്യയിലെ സാഹചര്യം എന്താണ്? മറ്റു പ്രതിഷ്ഠാ ചടങ്ങുകളുടെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? വിവരങ്ങൾ പറയൂ. SKN ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകൾ ഓരോന്നായിട്ട് അയോധ്യയിൽ പൂർത്തിയാവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൂജാ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിന് തുടർച്ച എന്ന രീതിയിൽ ഈ ശുദ്ധീകരണ നടപടികൾ, ഈ ക്ഷേത്രത്തിലെ ശുദ്ധീകരണ നടപടികൾ, അത് ഈ വിധിപ്രകാരമുള്ള ശുദ്ധീകരണ നടപടികളാണ്. അത് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. വളരെ പ്രാധാന്യമുണ്ട് ഈ ചടങ്ങുകൾക്ക്. കാരണം പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പായി ക്ഷേത്രശുദ്ധി വരുത്തുക എന്നുള്ളത് അതീവ പ്രധാനപ്പെട്ടതാണ്. ഇത് സരയൂ നദിയിൽ നിന്നുള്ള ജലം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രശുദ്ധി വരുത്താനായിട്ടുള്ള ചടങ്ങുകൾ ഇന്ന് നടക്കുന്നത്. നിരവധി സന്യാസി വര്യന്മാർ ഇതിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കും. നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് 1000-ൽ പരം സന്യാസി വര്യന്മാർ പങ്കെടുക്കുന്ന വിധത്തിലാണ് ഈ ശുദ്ധീകരണ കലശം അടക്കമുള്ളവ ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ചില പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കും എന്നാണ് അറിയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ അയോധ്യയിലേക്ക് എത്തിയിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അവർ വിലയിരുത്തി. ഒരുക്കങ്ങൾ, ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ വിലയിരുത്തുകയും ചെയ്തു. ഗർഭഗൃഹത്തിലേക്ക് ഇന്നലെ വരെ ഈ ദർശനം ഉണ്ടായിരുന്നു ഇവിടെ. അത് ഈ താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ല ദർശിക്കാനായിട്ടായിരുന്നു അവസരം ഉണ്ടായിരുന്നത്. ആ രാംലല്ല വർഷങ്ങളായിട്ട് ദർശനം അനുവദിച്ചിരുന്നു. അതാണ് താൽക്കാലിക ക്ഷേത്രമായിട്ട് ഇവിടെ നിലനിന്നിരുന്നത്. ഇന്നു മുതൽ ഈ താൽക്കാലിക ക്ഷേത്രത്തിൽ ഈ ദർശനം ഇല്ല. ഭക്തർക്ക് അവിടേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. അവിടെ നിന്നുള്ള രാംലല്ല ഇനി ഉണ്ടാകുന്നത് ഈ പുതിയ രാമക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിലായിരിക്കും. പുതിയ രാമവിഗ്രഹത്തിന് ഒപ്പം തന്നെ ആയിരിക്കും ഈ പഴയ രാംലല്ലയും ഉണ്ടാവുക. ഈ പഴയ രാംലല്ലയ്ക്ക് ഈ പുതിയ രാംലല്ലയുടെ അത്ര വലിയ വലിപ്പമില്ലാത്ത ചെറിയ രൂപങ്ങളായിട്ടാണ് ഈ രാംലല്ല അന്ന് ഉണ്ടാക്കിയിരുന്നത്. അവ ഉപയോഗിക്കുകയാണ്. അത് ഇനി ഉപയോഗിക്കുന്നത് ഈ ഉത്സവ ദിവസങ്ങളിലടക്കം എഴുന്നള്ളത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതാണ് ഇന്ന് നടക്കുന്ന ചടങ്ങുകളിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന്. വാസ്തുശാന്തി ചടങ്ങുകളും ഇന്ന് നടക്കും. ഒരു ക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന്റെ വാസ്തു അത് ക്രമപ്രകാരം വേദവിധി പ്രകാരം ക്രമപ്പെടുത്തുക എന്നുള്ള ചടങ്ങുകളുടെ അവസാനമാണ് ഈ വാസ്തുശാന്തി ചടങ്ങുകൾ. നമുക്കറിയാവുന്നതുപോലെ 3 നിലകളിലായിട്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഈ 3 നിലകളിൽ 2 നിലകൾ മാത്രമാണ് ഇപ്പോൾ ഈ അതിന്റെ കർമ്മങ്ങളെല്ലാം പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വിധത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആ മേഖലയുടെ വാസ്തുശാന്തി ചടങ്ങുകളാണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ വലിയ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് വേദിയാവുകയാണ് അയോധ്യ. 151 രാജ്യങ്ങളിൽ നിന്നാണ് ഈ വ്യത്യസ്ത പുണ്യ നദികളിൽ നിന്ന്, ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് അടക്കം ഉള്ള
151 രാജ്യങ്ങളിൽ നിന്നുള്ള പുണ്യനദികളിലെ ജലം എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ആ ജലമല്ല ഇന്നത്തെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നത്. ഇന്ന് സരയുൽ നിന്നുള്ള ജലം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 151 രാജ്യങ്ങളിലെ ജലം ഉപയോഗിക്കുന്നത്. പ്രാണപ്രതിഷ്ഠ ദിവസത്തിലായിരിക്കും. സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അയോധ്യയിൽ നിലവിൽ വന്നിട്ടുണ്ട്. പുറത്തു നിന്നുള്ളവർക്ക് അയോധ്യയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഇന്നലെ മുതൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ട്രെയിൻ സർവീസുകൾ അയോധ്യയിലേക്ക് ഉണ്ടാകില്ല. 23-ാം തീയതി മാത്രമേ ഇനി ട്രെയിൻ സർവീസുകൾ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ എത്തുന്ന ആളുകൾക്ക്, ഇങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടാകുന്ന ആളുകൾ, അത് പാസ് മൂലം ഇവിടേക്ക് ക്ഷണിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഇന്നു മുതൽ പ്രവേശനം ഉണ്ടാവുക. അങ്ങനെ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി അയോധ്യ ഒരുങ്ങുന്നു എന്നുള്ളതാണ്, അവസാന ഘട്ടത്തിൽ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. SK. താങ്ക് യു ആർ രാധാകൃഷ്ണൻ. എസ് വിജയകുമാർ നമുക്കൊപ്പം ചേരുന്നു. വിജയകുമാർ, യഥാർത്ഥത്തിൽ അയോധ്യ യിലെ ചടങ്ങുകളെല്ലാം തന്നെ രാഷ്ട്രീയവൽക്കരിക്കുന്ന പരാതികൾ CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഉയർത്തിക്കഴിഞ്ഞു. അയോധ്യ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ പെട്ടെന്ന് എന്തൊക്കെയായിരിക്കും? എസ്കേൻ, ഗുഡ് മോർണിംഗ്. അയോധ്യയിലേക്ക് ഇതാ പുലർച്ചെ തന്നെ, രാവിലെ തന്നെ ആളുകൾ ഇങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ പലയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങനെ ഘോഷയാത്രയായും പദയാത്രയുമായൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇന്നലെ ഇവിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഇവിടുത്തെ ജനങ്ങളോടും പുറത്തുള്ളവരോടും ഒക്കെ ഒരു കാര്യം പറഞ്ഞു: നിങ്ങൾ തിരക്ക് കൂട്ടി അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് എത്തണമെന്നില്ല. ഈ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞാൽ എല്ലാവർക്കും ദർശനത്തിനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തിരക്ക് കൂട്ടി ബുദ്ധിമുട്ടുണ്ടാക്കരുത് എല്ലാവർക്കും എന്ന ഒരു നിർദ്ദേശം, ഒരു ഉപദേശ രൂപേണ യോഗി ആദിത്യനാഥ് ഇന്നലെ നൽകി. പക്ഷേ അത് ആളുകൾ കേൾക്കുന്ന മട്ടില്ല. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടേക്ക് എത്തുകയാണ്. ഇന്നു മുതൽ VIP-കളും VVIP-കളും അയോധ്യയിലേക്ക് എത്തും. അവരെ സ്വീകരിക്കുന്നതിന് ഇവിടെ വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട്, അയോധ്യയിലെ പുതിയ വിമാനത്താവളം സജ്ജമായിട്ടുണ്ട്. അവിടെ പ്രത്യേക ക്രമീകരണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എത്തുന്നവരെ VVIP-കളെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയൊക്കെ. ഇതിൽ നമുക്കിനി അറിയേണ്ടത്, കോൺഗ്രസ് നേതൃത്വം ഇതിനോടകം അറിയിച്ചിട്ടുണ്ട് അവർ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന്. പക്ഷേ അങ്ങനെ അവർ പങ്കെടുക്കില്ല എന്ന് പറയുമ്പോഴും കോൺഗ്രസിന്റെ വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കൾ ഈ പരിപാടിയിലേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെ നേതാക്കളാണ് ഇവിടേക്ക് എത്താൻ പോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകൻ, അദ്ദേഹം അവിടെ ഇപ്പോഴും മന്ത്രിയാണ്, അദ്ദേഹം ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതൃത്വം, അതിന്റെ മുൻ PCC അധ്യക്ഷൻ, ഇവിടുത്തെ മുൻ MP-മാരടങ്ങുന്ന ഒരു സംഘം ഇതിനോടകം ഇവിടെ വന്നു പോയിട്ടുണ്ട്. അവർ പറയുന്നത് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ അവർ പങ്കെടുക്കുമെന്നതാണ്. ഹൈക്കമാൻഡ് നിർദ്ദേശം അവർക്ക് ബാധകമല്ല എന്ന് കോൺഗ്രസിന്റെ ഉത്തർപ്രദേശ് ഘടകം പറയുന്നുണ്ട്. അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾ, കർണാടക, അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങൾ, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും. കോൺഗ്രസിന്റെ നേതൃത്വം പങ്കെടുക്കും എന്നാണ് ഹൈക്കമാൻഡിനെ അവർ അറിയിച്ചിരിക്കുന്നത്. അവർ അനുമതി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അനുമതി നൽകുകയോ അല്ലെങ്കിൽ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല കോൺഗ്രസ് നേതൃത്വം. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പങ്കെടുക്കേണ്ടതില്ല എന്നതാണ് പാർട്ടി നയം എന്ന ഒരു വിശദീകരണം മാത്രമേ ഇക്കാര്യത്തിൽ കോൺഗ്രസ് നൽകുന്നുള്ളൂ. അതുപോലെ മറ്റ് പ്രാദേശിക നേതാക്കൾ, മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാരും ആർക്കൊക്കെ ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സ്കെയിൻ, കോൺഗ്രസിന്റെയൊക്കെ വിലക്ക് ലംഘിച്ചുകൊണ്ട് കൂടുതൽ നേതാക്കൾ ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞത് ഈ രാമരാജ്യം എന്നതാണ് BJPയുടെ ഇനിയുള്ള രാഷ്ട്രീയ നിലപാട്. രാമന്റെ നിലപാടുകൾക്കനുസരിച്ച് രാജ്യത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയും അങ്ങനെ രാമരാജ്യമായി ഇന്ത്യയെ മാറ്റുക എന്നതാണ് നിലപാട് എന്ന് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ ഒരു ചടങ്ങിൽ പറഞ്ഞു. അത് വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. BJP വീണ്ടും രാമനെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കുകയാണ്, തെരഞ്ഞെടുപ്പിൽ വോട്ടിനുള്ള തന്ത്രമാക്കി മാറ്റുകയാണെന്ന വിമർശനവുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നിട്ടുണ്ട്. എസ്കേരി, പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞാൽ ഉടൻ തന്നെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ പോകും. ബജറ്റ് സമ്മേളനം, ബജറ്റ് അവതരിപ്പിക്കുന്നു, തൊട്ടു പിന്നാലെ വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി സമ്മേളനം അവസാനിക്കുന്നു. ഒരു ഫെബ്രുവരി അവസാനത്തോടുകൂടി രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതിന് തൊട്ടു മുമ്പാണ് പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. ഇതൊരു വലിയ ആഘോഷ പരിപാടിയായി മാറ്റിയിട്ടുണ്ട് ഇതിനോടകം തന്നെ ഉത്തർപ്രദേശ് സർക്കാർ. BJP ഘടകം, BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിൽ പൂർണ്ണ പിന്തുണ നൽകുമെന്ന്
BJP ദേശീയ അധ്യക്ഷൻ അറിയിക്കുകയും JP നദ്ദ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ കാഴ്ചകൾ, ഇവിടുത്തെ പരിപാടികളൊക്കെ ആ നിലയിൽ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി BJP തയ്യാറെടുക്കുന്നു എന്ന വിമർശനം ഉയരുന്നുണ്ട്. ഈ അവധി നൽകിയത്, കേന്ദ്ര സർക്കാരിന് അവധി നൽകിയത് അടക്കമുള്ള കാര്യങ്ങളിൽ അതിനോടുള്ള വിയോജിപ്പ് പല പാർട്ടികളും അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരം വിവാദങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല എന്നാണ് BJP നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദ ചർച്ചകൾക്ക് മറുപടി പറയേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വളരെ സൂക്ഷിച്ച് മാത്രമേ അത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാവൂ, മാധ്യമങ്ങൾ ചോദിച്ചാലും എന്നതാണ് അവർ നൽകിയിരിക്കുന്ന, പ്രധാനമന്ത്രി ഉന്നത BJP നേതാക്കളും പ്രധാനമന്ത്രിയും ഒക്കെ മന്ത്രിമാർക്കും ഒക്കെ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. അതുകൊണ്ട് വിവാദങ്ങളിലേക്ക് പോകാതെ ഈ പരിപാടിയുടെ ഒരു മറ്റു തരത്തിൽ ആ പരിപാടിയെ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിലെല്ലാവരെയും ഭാഗമാക്കുക. ഒരു കാര്യം കൂടി SKN, ഇന്നലെയും പ്രധാനമന്ത്രി പറഞ്ഞത് ഈ ദിവസം എല്ലാവരും വീടുകളിൽ വിളക്ക് കത്തിക്കണം, ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തണം, അതുപോലെ ക്ഷേത്രങ്ങൾ വൃത്തിയാക്കണം. അങ്ങനെ ഈ പരിപാടി ജനങ്ങളിലേക്ക് വീണ്ടും വീണ്ടും എത്തിക്കുന്നതിനുള്ള പ്രചാരണ പരിപാടികളിലേക്ക് BJPയുടെ ഘടകങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തക്ക നിലയിലേക്ക് ഇതിനെ മാറ്റണം എന്നതാണ് പരോക്ഷമായി ഈ മറ്റു സംസ്ഥാനങ്ങളിലെ BJP നേതാക്കൾക്കൊക്കെ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം എല്ലാ സംസ്ഥാനങ്ങളിലെയും BJP നേതാക്കൾ അവിടുന്നുള്ള ഭക്തരെ അയോധ്യയിലേക്ക് അയക്കണം എന്നൊരു നിർദ്ദേശം പരോക്ഷമായി നൽകിയിട്ടുണ്ട്. അതിന് ട്രെയിനുകളിൽ ഒക്കെ ആയിട്ട് ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരാനൊക്കെ തീരുമാനമുള്ളതായി കേൾക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ആ നിലയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് അയോധ്യയിലേക്കുള്ള, ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴിയാണ്. SKN, ഈ വഴി നീങ്ങുന്നത് കേവലം അയോധ്യ ക്ഷേത്രത്തിലേക്ക് മാത്രമല്ല, നമ്മളുടെ രാഷ്ട്രീയത്തിലേക്കാണ്, തെരഞ്ഞെടുപ്പിലേക്കാണ്. അതിലേക്കൂടെയുള്ള യാത്രയ്ക്ക് കൂടിയാണ് തുടക്കമാകുന്നത് ഈ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ എന്ന കാര്യത്തിൽ തർക്കമില്ല. SKN. താങ്ക് യു. S. വിജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അതോടൊപ്പം R. രാധാകൃഷ്ണൻ നമുക്കൊപ്പം ഉണ്ടായിരുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.